ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ഒരു കമ്പനീൻ്റെ ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക. അതായത് ഒരു ഫ്യൂച്ചറിൽ ഒരു കമ്പനിയിൽ ഇത്രത്തോളം എംപ്ലോയീസ് വേണം, ഇത്ര സ്കില്ലുള്ള എംപ്ലോയീസ് വേണം, ഈ ടൈപ്പ് സ്കില്ലുള്ള എംപ്ലോയീസ്, അതുപോലെ തന്നെ അവരെ എപ്പോൾ ഹയർ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അതിൻ്റെ കുറച്ച് കീ പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഫോർകാസ്റ്റിംഗ് ആണ്. അതായത് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്. ഒരു സിസ്റ്റമാറ്റിക് രൂപേണ എല്ലാം റെഡിയാക്കി വെക്കുക. ഒരു എക്സാമ്പിൾ, ഒരു IT കമ്പനിയിൽ അടുത്ത വർഷം 50 സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്തു തുടങ്ങുക, എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. നെക്സ്റ്റ് ഒരു പോയിന്റ്, റൈറ്റ് പീപ്പിൾ റൈറ്റ് സ്കിൽസ്. അതായത് ഒരു കമ്പനിയിൽ പല പല ജോലികൾ ഉണ്ടാകും. അപ്പോൾ ആ ഓരോ ജോലിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ വേണം സെലക്ട് ആക്കേണ്ടത്. അതുപോലെ തന്നെ ആ ജോലിക്കുള്ള സ്കില്ലും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടേഴ്സ് മാത്രമല്ല, നേഴ്സ് ഉണ്ട്, അറ്റൻഡർ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ജോലി എന്ന് പറയുന്നത് സ്കില്ലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ജോബിന് റൈറ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള റൈറ്റ് പേഴ്സൺസിനെ നമ്മൾ നിയമിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുമ്പോൾ അലൈൻമെൻറ്റ് വിത്ത് ഗോൾസ്. അതായത് നമ്മുടെ കമ്പനീൻ്റെ ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉള്ള കമ്പനി എക്സ്പാൻഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് ഒത്തുചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ സെയിൽസ് ടീം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ ഹെൽപ്പ് ഇൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് മാക്സിമം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല സ്കില്ലഡ് ആയിട്ടുള്ളൊരു എംപ്ലോയിനെ നമ്മൾ നിസ്സാരമായിട്ടുള്ളൊരു ജോലി കൊടുക്കാതെ അദ്ദേഹത്തിന് എത്രത്തോളം സ്കില്ലുണ്ടോ ആ സ്കില്ലിനനുസരിച്ചിട്ടുള്ള ആ ഒരു വർക്ക് അദ്ദേഹത്തിന് കൊടുക്കുക. അതായത് ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നെക്സ്റ്റ് HR പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എൻഷ്യൂർ അഡിക്വേറ്റ് മാൻ പവർ. അതായത് നമുക്ക് എത്രത്തോളം ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എത്രത്തോളം എംപ്ലോയീസിന് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ അവോയ്ഡ് ഷോർട്ടേജ് ആൻഡ് സർപ്ലസ്. നമ്മൾ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണത് കാരണം നമുക്ക് എന്താണ്, എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ കൂടുതൽ നമുക്ക് എംപ്ലോയീസിനെ സർപ്ലസ് ആവില്ല, അതുപോലെ തന്നെ ഷോർട്ടേജ് ആവില്ല. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനിയിൽ കുറേ എംപ്ലോയീസിനെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സാലറി കുറേ വേസ്റ്റാണ്. മറിച്ച് നമ്മൾ കുറച്ച് എംപ്ലോയീസിനാണ് നിയമിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്കുകളൊക്കെ ഡിലേ ആകുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ്, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു ജോബിന് ബെറ്റർ ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള ഒരു എംപ്ലോയിനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ജോലിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആകും. നെക്സ്റ്റ്, സപ്പോർട്ട് ഓർഗനൈസേഷണൽ ഗ്രോത്ത്. ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് കൂടുതൽ എക്സ്പാൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു HR പ്ലാനിങ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത്തരം പ്ലാനിങ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് കാരണം നമ്മളൊരു ഓർഗനൈസേഷണൽ ഗ്രോത്തിനെ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ്, അസിസ്റ്റ് ഇൻ സക്സഷൻ പ്ലാനിങ്. നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടുള്ള ലീഡേഴ്സിനെയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഉള്ള മാനേജർ റിട്ടയർ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻറ്റിന് എന്ത് ചെയ്യുന്നു, ഈ ഒരു മാനേജർ ട്രെയിനിങ് കൊടുത്ത് അദ്ദേഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. കാരണം ഒരു നാൾ ഈ ഒരു മാനേജർ റിട്ടയർ ആയി പോകുന്ന സമയത്ത് ഈ ഒരു അസിസ്റ്റൻറ്റിന് ആ ഒരു ജോബിൽ കയറണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു HR പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്, ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് HR പ്ലാനിങ് പ്രോസസ്സ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻ്ററി. അതായത് കറൻ്റ്ലി ആ ഒരു കമ്പനിയിൽ എത്രത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്യൂച്ചറിലോട്ട് എത്രത്തോളം എംപ്ലോയീസിന് വേണം എന്നുള്ളതും അനലൈസ് ചെയ്യാം. കാരണം ഇവിടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്, ഇൻവെൻ്ററിയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ സർപ്ലസ് ആവാനും പാടില്ല, അതുപോലെ തന്നെ ഷോർട്ടേജ് ആവാനും പാടില്ല. എംപ്ലോയീസിൻ്റെ എണ്ണം സർപ്ലസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനിക്ക് കോസ്റ്റ് കൂടുതലാണ്, ചിലവ് കൂടും. കാരണം സാലറി വെറുതെ കൊടുക്കേണ്ടി വരും ഓരോ എംപ്ലോയീസിനും. മറിച്ച് അവിടെ ഷോർട്ടേജ് ആണ് എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്നെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താവും, വർക്ക് ഡിലേ ആവും. അപ്പോൾ നമുക്ക് എത്രത്തോളം എംപ്ലോയീസിനെ വേണം എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്.
അതിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റാണ് ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയീസ് ടു ബി ഇൻവെൻറ്ററിഡ്. അതായത് എത്രത്തോളം എംപ്ലോയീസിനാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് കാറ്റലോഗിങ് ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ഈച്ച് എംപ്ലോയീസ്. അങ്ങനെ നമ്മൾ എത്രത്തോളം എംപ്ലോയീസിനെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓരോ എംപ്ലോയീസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അനലൈസ് ചെയ്യാം. അതായത് അവർക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവർ എത്രത്തോളം നമ്മൾ ഗ്രോത്ത് ചെയ്തെടുത്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവരെ കുറിച്ചുള്ള നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽസ്. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് നമ്മൾ അനലൈസ് ചെയ്തു, അവരുടെ സ്കില്ല്, ട്രെയിനിങ് ഇതെല്ലാം എന്തൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് വന്നു, ഏതിലേക്ക് അവർ കൂടുതൽ മെച്ചപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക്കലി അപ്രൈസ് ചെയ്യുക. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലിസ്റ്റിംഗ് ദ പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയും അബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. അതായത് കറന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രത്തോളം മാൻ പവറിന് വേണം നമ്മൾ അനലൈസ് ചെയ്തു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മാൻ പവറിന് ഇനിയും ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് പറയുമ്പോൾ പ്രൊഡക്ഷൻ. അതായത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ സെയിൽസ് ബഡ്ജറ്റ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമ്മൾ ബഡ്ജറ്റ് ഇട്ടുകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങണ എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വർക്ക് ലോഡ് അനാലിസിസ്. അതായത് നമ്മൾ ഇത്ര എംപ്ലോയീസിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തു, അപ്പോൾ ഇവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു എംപ്ലോയിക്ക് കുറേ ഹവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കുറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണം, എംപ്ലോയീസിന് എണ്ണം കൂട്ടണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് മാൻ പവറിന് നീഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് ലേബർ ടേൺ ഓവർ. അതായത് ഈ ലാബേഴ്സൊക്കെ ഈ ഒരു കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്. ദ നെക്സ്റ്റ് ആബ്സെൻറ്റിസം. അതായത് ഒരു ദിവസം ഇത്ര എംപ്ലോയീസ് ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ ആവശ്യം വരും. ദ നെക്സ്റ്റ് ഐഡിയൽ ടൈം. അതായത് ഈ എംപ്ലോയീസ് ഒക്കെ ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നു, പിന്നീട് കൂടുതൽ എംപ്ലോയീസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യണം മാൻ പവേഴ്സിന്. അതുപോലെ തന്നെ ഒരു കമ്പനി ആകുമ്പോൾ പ്രൊമോഷൻ, അതുപോലെ ട്രാൻസ്ഫർ, റിട്ടയർമെൻറ്റ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസ് ഇത്തരം കാര്യങ്ങളിലൂടെ പോവുകയാണ്, ഒരു കമ്പനിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു പൊസിഷനിലോട്ട് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മാൻ പവറിനെ ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്സ്. അതായത് ഈ ഒരു HR പ്ലാനിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്ത കൊല്ലത്തിലോട്ട് എത്രത്തോളം വാക്കൻസികൾ ഈ ഒരു കമ്പനിയിൽ വരും എന്നും, അതുപോലെ തന്നെ എത്രത്തോളം എംപ്ലോയീസ് റിട്ടയർമെൻറ്റ് ചെയ്തു പോകും, ആർക്കൊക്കെ പ്രൊമോഷൻ കിട്ടും, ആർക്ക് ട്രാൻസ്ഫർ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു ചാർട്ടാക്കി രൂപേണ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം എംപ്ലോയീസിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു മാൻ പവർ ചാർട്ടിൽ എന്താണ്, ആ ഒരു കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഏജ്, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള എല്ലാവരുടെയും ഏജ് വരെ ആ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കും. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്. അപ്പോൾ രണ്ട് രീതിയിലോട്ടാണ് പ്ലാൻ ഉള്ളത്, ഷോർട്ടർ പ്ലാനും അതുപോലെ തന്നെ ലോങ് റേഞ്ച് പ്ലാനും ഉള്ളത്. അപ്പോൾ ഈ ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഷോർട്ട് റേഞ്ച് പ്ലാൻ എടുക്കുന്നു. അവിടെ നമുക്ക് എന്താണ്, വളരെ കുറച്ച് എംപ്ലോയീസ്, അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് എംപ്ലോയീസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ ലോങ് റേഞ്ച് പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ലോങ് ആയിട്ട് നമുക്ക് ഡിസിഷൻസ് അത്യാവശ്യം നല്ല രീതിയിലോട്ട് മേക്ക് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ്, കുറച്ച് എംപ്ലോയീസ് എന്നല്ല, അവിടെ നമുക്ക് എത്ര എംപ്ലോയീസിനെ വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ, അതുപോലെ തന്നെ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴൊക്കെയാണ് ഇത്തരം ലോങ് റേഞ്ച് പ്ലാൻ നമ്മൾ യൂസ് ചെയ്യുക. മറ്റേത് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെയ്യണതാണ് ഇത് ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ലോങ് റേഞ്ച് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ടൊരു പ്ലാൻ ചെയ്യാനുള്ള ടൈമുണ്ട്. അതിനുശേഷം വളരെ ആലോചിച്ച് ഡിസിഷൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇതിലെ ഫൈനൽ സ്റ്റേജാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാൻ പവർ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി, അതിനുശേഷം എത്രത്തോളം മാൻ പവർ ഇനി വേണം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് നമുക്ക് എത്രത്തോളം വാക്കൻസികളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇത് നമുക്ക് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് എംപ്ലോയീസിന് നമ്മൾ കൂടുതൽ പ്രോഗ്രാം കൊടുക്കുന്നു. അതായത് അവർക്ക് വേണ്ട ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ്, ദെൻ പിന്നെ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സെലക്ഷൻ ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു HR പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ജോബ് അനാലിസിസ്. അതായത് ഒരു ജോബിനെ നമ്മൾ മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ജോലിയിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ്, ഒരു ജോബിനെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ, ഒരു IT കമ്പനിയിൽ ഒരു അക്കൗണ്ടൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടൻറ്റ് അവിടെ ഉള്ള ആൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണോ ചെയ്യുന്നത്, ആ രീതിയിൽ അത് സ്റ്റഡി ചെയ്യുന്നു. ദെൻ ഇതിൽ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഇതിൽ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം സെയിൽസ്, അതായത് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ കസ്റ്റമേഴ്സിനോട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ റിക്വയർമെൻറ്റ്, അദ്ദേഹത്തിന് വേണ്ട റിക്വയർമെൻറ്റ് എന്താണ്, കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ ഇതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് അനാലിസിസിൻ്റെ യൂസസുകളാണ്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മളുടെ എഴുതി വെക്കുക, അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. ഇപ്പോൾ ഡിഗ്രി എക്സാമ്പിൾ പറയുമെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അങ്ങനത്തെ രീതിയിലോട്ട്. ദെൻ തേർഡ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അതായത് ഈ ഒരു ജോബ് അനാലിസിസ് ഉള്ളത് കാരണം നമുക്കൊരു റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലോട്ട് ഹയർ ചെയ്യാൻ കഴിയുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഹയർ ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അതിനെ ഡെവലപ്പാക്കി എടുക്കുന്നു. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. നമ്മൾ ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആ ഒരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ വിലയിരുത്തും. അപ്പോൾ ഇതൊക്കെയാണ് ജോബ് അനാലിസിസ് കൊണ്ടുള്ള ഉപകാരങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോലിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഒരു റിട്ടൺ രൂപേണ എഴുതുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോബ് ഡ്യൂട്ടീസ്. അതായത് ഒരു ജോബിലുള്ള ഡ്യൂട്ടീസുകൾ എന്തൊക്കെയാണുള്ളത് ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ എഴുതുന്നു. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്. ആ ഒരു ജോലിയുടെ ടൈറ്റിൽ എന്താണ്, അതായത് സെയിൽസ് മാനേജർ ആണെങ്കിൽ സെയിൽസ് മാനേജർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് അറിയുമ്പോൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ രീതിയിലോട്ട്. ദെൻ ഡിഫൈൻ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അതായത് അദ്ദേഹം ആ ജോലിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റിട്ടൺ ചെയ്ത് വെച്ചത് ആർക്കാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഈ ഒരു ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എത്ര ദൂരമുണ്ട്, എന്തൊക്കെ അവിടെ ചെയ്ത് തീർക്കണം, എത്ര മണിക്കൂറാണ് വർക്കിംഗ് ടൈം ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു റിട്ടൺ രൂപേണയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അതിനാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ്. അതായത് ഒരു ജോലി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണമെന്ന് ഡിസ്ക്രൈബ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ BEd ക്വാളിഫിക്കേഷൻ വേണം. നെക്സ്റ്റ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കില്ല്. അതുപോലെ തന്നെ ഓരോ ജോലിക്കും ഓരോ എഡ്യൂക്കേഷനാണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, സ്കില്ല് ഇതൊക്കെ വേണ്ടി വരും. ദെൻ ഇൻക്ലൂഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിക്വയർമെൻറ്റ്. അതായത് പല ജോലികൾക്കും മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും അവർ ഫിറ്റ് ആവണം. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ട് ആ ബോഡി ഫിറ്റ് ആക്കി വെക്കണം. ദെൻ ഹെൽപ്പ് സെലക്ട് സൂറ്റബിൾ കാൻഡിഡേറ്റ്സ്. അതായത് ഈ ജോബ് സ്പെസിഫിക്കേഷൻ, അതായത് ജോബ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു റൈറ്റ് പേഴ്സണെ നമുക്ക് അവിടെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ്
റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലോട്ട് ആ ഒരു പൊസിഷനിലോട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുക, അതായത് ആവശ്യമായിട്ടുള്ളൊരു വ്യക്തിനെ സെലക്ട് ചെയ്യുക. ഒരു കമ്പനിയിലോട്ട് വിവിധ തരം വ്യക്തികൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്കില്ല് കൂടിയിട്ടുള്ള ഒരു വ്യക്തിനെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിനെ ഒരു ഹയർ ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് ഒരു ഓൾറെഡി ആ ഒരു കമ്പനിയിലുള്ള വ്യക്തികളെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിലുള്ള വേറെ പൊസിഷനിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് പ്രൊമോഷൻ, അതായത് ഓൾറെഡി ഒരു പൊസിഷനിലൊരു വ്യക്തിക്ക് കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു പൊസിഷനിലോട്ട് പ്രൊമോഷൻ കിട്ടുന്ന രീതിയിൽ. ദെൻ ട്രാൻസ്ഫർ, അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തോട്ടുള്ള ട്രാൻസ്ഫർ കിട്ടുന്ന രീതിക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ദെൻ എംപ്ലോയി റിഫറൽ, അതായത് ഒരു കമ്പനിയിലുള്ള ഓൾറെഡി ഒരു കമ്പനിയിലുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെയോ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം. ദെൻ റീ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫോമർ എംപ്ലോയീസ്, അതായത് ഓൾറെഡി വർക്ക് ചെയ്ത് പോയിട്ടുള്ള എംപ്ലോയീസിനെ വീണ്ടും എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ റിക്രൂട്ട് സോഴ്സുകളാണ്. ഫസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് ഒരു പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയിൽ നിന്നോ ആഡ്സ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ അപ്ലിക്കേഷൻ ചെയ്യുന്നു. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ക്യാമ്പസിലോട്ടൊക്കെ ഈ തേർഡ് ഇയർ ഫൈനലായിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പസ് പോയി റിക്രൂട്ട് ചെയ്യുന്നു. ദെൻ എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്, അതായത് കമ്പനികളെയും എംപ്ലോയീസിനെയും ഒരുമിപ്പിച്ച് ഇൻ്റർമീഡിയറ്റ് നിൽക്കുന്ന കുറച്ച് ഏജൻസികൾ ഉണ്ടാവും, അവർ വഴി എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. ദെൻ ഓൺലൈൻ ജോബ് പോർട്ടൽസ്, അതായത് ഈ ഓൺലൈൻ പോലത്തെ പ്ലാറ്റ്ഫോം, ലിങ്ക്ഡിൻ, ഇങ്ങനത്തെ ഓരോ ആപ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. ദെൻ വാക്കിംഗ് ഇൻ്റർവ്യൂസ്, അതായത് ഓൾറെഡി ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവർ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നേരിട്ട് പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന സിസ്റ്റം, ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ സോഴ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് പോലല്ല. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. കാരണം അവിടെ എല്ലാവർക്കും ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും അപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷേ സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം കുറേ ആളുകൾ കൊടുത്ത അപ്ലിക്കേഷനിൽ ഒരൊറ്റ വ്യക്തിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പ്രോസസ് ഓഫ് ചൂസിങ് സ്യൂട്ടബിൾ, അതായത് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നുന്ന ആ ഒരു പേഴ്സണെ മാത്രമേ ഇവർ സെലക്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ് ഇതൊക്കെ ഉണ്ടെന്ന് വ്യക്തമാകുമ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു അപ്ലിക്കേഷൻ കൊടുത്ത ഒരാളിൽ നിന്നും ഇവരെ സെലക്ട് ചെയ്യണത്. അതായത് അത്രയും അപ്ലിക്കേഷന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വ്യക്തി ആരാണോ അവരാണ് ഇവർ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്, അതായത് ഒരു വ്യക്തിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇതിന് പൂർണ്ണമായിട്ട് ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ടെക്സ്റ്റ് ചെയ്യും. അതിൽ ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതായത് ഒരു വ്യക്തിൻ്റെ പൊതുവായിട്ടുള്ള ബുദ്ധിശക്തി അളക്കുന്ന ടെസ്റ്റാണ് ഇത് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു ലോജിക്കലായിട്ടുള്ള മാത്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ചെയ്യും. നെക്സ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇയാൾക്ക് പുതിയൊരു കാര്യം പഠിച്ചെടുക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും. അതായത് ഇയാളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോഡിങ് എത്രത്തോളം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവരവിടുന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് നോക്കും. അതായത് അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ സ്കിൽ ടെസ്റ്റ്, അതായത് അദ്ദേഹത്തിന് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്കില്ല് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് ഇപ്പോൾ അവിടെ നിന്ന് കാണിക്കാൻ പറയും. ഇപ്പോൾ എക്സാമ്പിൾ അദ്ദേഹം ഒരു ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യിപ്പിക്കുന്നു. നെക്സ്റ്റ് മെഡിക്കൽ ടെസ്റ്റ്, അതായത് അദ്ദേഹം ഈ ഒരു ജോലിക്ക് ആപ്റ്റ് ആണോ എന്നറിയാനുള്ള മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പലതരം സെലക്ഷൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ മുഖാമുഖം ഇരുന്നു കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ടൈപ്സ്, ഫസ്റ്റ് സ്ട്രക്ചേർഡ്, അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചുകൊണ്ട് പോവുക. നെക്സ്റ്റ് അൺസ്ട്രക്ചേർഡ്, അതായത് ഓരോ കാൻഡിഡേറ്റ്സിനോടും വിവിധ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദെൻ പാനൽ എന്ന് പറയുമ്പോൾ കുറേ ജഡ്ജസ് ഉണ്ടാക്കും, അതായത് കുറേ ഇൻ്റർവ്യൂവർ ഉണ്ടാക്കും, അവിടെ ഒരൊറ്റ ഇൻ്റർവ്യൂവി ഉണ്ടാവും. അതായത് കുറേ വ്യക്തികൾ ഒരൊറ്റ വ്യക്തിനെ ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യണത്. ദെൻ ഗ്രൂപ്പ്, ഇവിടെ എന്താണ്, ഒരു കൂട്ടം വ്യക്തികളോട് കൂടിയിട്ട് ഇൻ്റർവ്യൂ നടത്തുക.
ദെൻ ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ അവരുടെ പാസ്റ്റ് അനുസരിച്ച് കൊണ്ട് അവരോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അവിടുത്തെ കസ്റ്റമറിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെങ്ങനെ ആ ഒരു കസ്റ്റമറിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതൊരു ബിഹേവിയറൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് അയാളെ പെർസ്പെക്റ്റീവിൽ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്. നെക്സ്റ്റ്, എഫക്റ്റീവ് ഇൻ്റർവ്യൂ സ്റ്റെപ്സ്. അതായത് നല്ലൊരു ഇൻ്റർവ്യൂ ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ്, പ്രിപ്പയർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഒരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം. ദെൻ, ക്രിയേറ്റ് കംഫർട്ടബിൾ എൻവറോൺമെൻറ്റ്. ആ ഒരു കാൻഡിഡേറ്റിന് ഇരുന്നു കൊണ്ട് സമാധാനത്തോടു കൂടി പറയാൻ പറ്റിയിട്ടുള്ള ഒരു ആംബിയൻസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ആസ്ക് ജോബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് ഇൻ്റർവ്യൂവർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു കാൻഡിഡേറ്റോട് ചോദിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഇവാലുവേറ്റ് ഒബ്ജക്റ്റീവ്ലി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർഷ്യാലിറ്റി രൂപേണ അല്ലാതെ സത്യസന്ധമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ പാർഷ്യാലിറ്റി കാണിക്കാതെ അയാൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ടോ അതിനനുസരിച്ച് പാർഷ്യാലിറ്റി കാണിക്കാതെ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഡോക്യുമെൻ്റ് ഇൻ്റർവ്യൂ റിസൾട്ട്സ്. അങ്ങനെ ആ ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റെപ്സുകൾ. അപ്പോൾ ഇതാണ് HRM സെക്കൻഡ് മൊഡ്യൂള്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ പോയി നോട്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.